ഈവനിങ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബ്ദുള്ളാസ് വ്ലോഗ് ഒഫീഷ്യൽ. ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വ്ലോഗാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ആദ്യം തന്നെ ഡോൺ ബൈ ടു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിനിപ്പോൾ ഒരു എന്താണെന്നറിയില്ല, ഇപ്പോൾ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് 412 വ്യൂസ് ഉണ്ടായിരുന്നു. ആ 412 വ്യൂസ് പോലെ എനിക്ക് എല്ലാ വീഡിയോയിലും കിട്ടണം, അപ്പോൾ എല്ലാ ഷോർട്സിലും കിട്ടണം. അതിന് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ചെയ്യണം. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ ഞാനൊരു വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ആ വ്ലോഗിൻ്റെ കണ്ടൻറ്റാണ് ഈ സംഭവത്തിൻ്റെ വ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. എഡിറ്റിങ് പണി പാളിച്ചുണ്ട്. അപ്പോൾ അതിനകത്ത് പിന്നെ ഞാൻ കുറേ ഒന്നും പറഞ്ഞിട്ടുമില്ല, അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സൊന്നും. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് പറയാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇറക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് 5.4 ആണ് വരുന്നത്. അത് നല്ലൊരു ക്വാളിറ്റി ബേസ്ഡാണ് എനിക്ക് തോന്നിയത്. ഇയർബഡ്സും 5.3 ആണ് വരാറ്, പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ബാഡ്. 5.4 വെച്ച് നോക്കുമ്പോൾ ബാഡെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഇതിൻ്റെ അത്ര ഫാസ്റ്റ് പെയറിങ് ഇല്ല, ഇടയ്ക്ക് ഇത്തിരി ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. 5.0 ആണെങ്കിൽ ഏറ്റവും പോയി. ഇത് നമുക്കിങ്ങനെ നിർത്താൽ മതി, അപ്പോൾ തന്നെ പറയണ്ട, നമ്മൾ സെർച്ചിലിട്ടാൽ മതി. ഇതെടുത്താൽ അപ്പം തന്നെ കണക്റ്റായി. ഇതാണ് ഇത് 5.4ൻ്റെ പ്രത്യേകത. പിന്നെ വരുന്നത് 45 ms ലോ ലേറ്റൻസി മോഡാണ് വരുന്നത്. അത് എനിക്ക് തോന്നുന്നു നല്ല ഒരു ഐഡിയ ആയിട്ടായിരിക്കും എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പബ്ജിയൊക്കെ കളിക്കുമ്പോൾ TWS എന്താണ് സമയം കുറച്ച് വൈകിട്ടായിരിക്കും നമ്മൾ വെടിവെക്കണതിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് വരിക. മ്യൂസിക് മോഡിലിട്ടാൽ നമ്മളിപ്പോൾ നേരെ കോമ്പാക്ട് മോഡിൽ എന്ന് വെച്ചാൽ 45 ms ലോ ലേറ്റൻസി മോഡിലോട്ട് ട്രാൻസ്ഫോം ചെയ്ത് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ അപ്പത്തിനപ്പം 45 ms മില്ലി ഉള്ളിൽ നമുക്ക് ആ സൗണ്ട് കിട്ടിയിരിക്കും. അത് നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. മില്ലി സെക്കൻഡ് കറക്റ്റിനൊന്നും ഒറ്റൊരാൾക്ക് എണ്ണാൻ പറ്റത്തില്ല. അതാണ്, അങ്ങനെയാണ് MS മില്ലി സെക്കൻഡ് ഉള്ളത്. അപ്പോൾ അത് നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ബൂമെക്സ്റ്റെക് എന്ന് പറഞ്ഞൊരു ഡ്രൈവറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് വെരി ഗുഡ്. എന്ന് വെച്ചാൽ എനിക്ക് ബാസ് വളരെ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അത്ര ബാസിലൊരു നോർമലായിട്ടുള്ള ഒരു ജിൽ ബാസില്ലേ, അതാണ് എനിക്കിഷ്ടം. അങ്ങനത്തെ ആ ഒരു ബാസ് അത് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇക്വലൈസറിൻ്റെ ആപ്പ് വെച്ചിട്ട് നമുക്ക് ഈ മറ്റേ ബാസൊക്കെ കൂട്ടാം. പിന്നെ ഞാനിപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്ന ഇയർബഡ്സ് ഇതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നോക്കി വാങ്ങിച്ചതാണ്. അപ്പോൾ ആമസോണിൽ ഇപ്പോൾ നമുക്കൊരു 1699 രൂപക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ദ പ്രൈസ് എന്നാണ് പറയാനുള്ളത്. നല്ലതാണ്, വാങ്ങിക്കാം. നിങ്ങൾക്ക് നല്ലൊരു ചീപ്പസ്റ്റ് സംഭവമാണിത്. അപ്പോൾ അതിൻ്റെ രീതിയിലായിരിക്കണം എടുക്കുക. നല്ലൊരു ലിമിറ്റഡ് എഡിഷനാണ്. എനിക്ക് ഡാഷിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാൻ പോയപ്പോൾ ടോർക്ക് കറൻ്റ്ലി അൺഅവൈലബിൾ ആയിരുന്നു. ഡാഷും ഡെർബിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഡെർബി അങ്ങോട്ട് പൊക്കി. അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ SBC ആൻഡ് AC സപ്പോർട്ട് വരുന്നുണ്ട്. SBC ആൻഡ് AC സപ്പോർട്ട് എന്ന് വെച്ചാൽ ഇതാണ് SBC. ദിസ് ഈസ് ഫോർ ആൻഡ്രോയിഡിനുള്ളതാണ് ഇതൊക്കെ. പിന്നെ
പിന്നെ ഇതാണ് AAC, ഇത് ഐഫോൺ എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഇതിനകത്ത് ഇത്രയും ഫീച്ചർ ഉണ്ട്. പിന്നെ നല്ല സൗണ്ട് ഉണ്ട്. പിന്നെ ഡുവൽ ഡിവൈസ് കണക്ഷൻ ഉണ്ട്. എന്നുവെച്ചാൽ ഡുവൽ ഡിവൈസ് നമുക്ക് രണ്ടിലും ഒരേ സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഡുവൽ ഡിവൈസ്. അപ്പോൾ പിന്നെ ഇത് എല്ലാ ഇയർബഡ്സിനെ വെട്ടിക്കും. നമുക്ക് എയർപോർട്സ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഈ ഇയർബഡ്സ് വാങ്ങിച്ചാൽ മതി. ഇറ്റ്സ് വെരി ലക്ഷറിയസ് ഇയർബഡ്സ്. പിന്നെ ഇത് വാങ്ങിക്കാനുള്ള കാരണം ഇതിൻ്റെ ഒരു ലൈറ്റത്ത് വെച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു പർപ്പിളിഷ് കളർ, ഇതിൻ്റെ ഒരു പർപ്പിളിഷ് കളർ കാരണമാണ് ഞാനിത് വാങ്ങിച്ചത്. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു ഇവിടെ കിട്ടുന്നത് നല്ലൊരു ലുക്കാണ്. പക്ഷേ അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. പിന്നെ ഡാഷിന് ലുക്കുണ്ട്, പക്ഷേ നിങ്ങളുടെ പേഴ്സണലി ഇതാണ് ഡിസൈനൊക്കെ. അപ്പോൾ ഞാൻ അത് വാങ്ങി. അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ വരുന്നതായിരിക്കും. സോ സീ യു സൂൺ. ബൈ.